സൗദി അറേബ്യയിൽ വിസിറ്റിംഗ് വിസയും ഉംറ വിസയും ഉപയോഗിച്ച് എത്തിയവർക്കുള്ള അവസാന തീയതിയായ ഏപ്രിൽ 18 കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്ത് നിന്നും മടങ്ങാനാകാതെ പ്രതിസന്ധിയിലായി. വിസ കാലാവധി അവസാനിച്ചിട്ടും പലർക്കും യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജവാസാത്ത് ഓഫീസുകളിൽ ആളുകൾ കയറിയിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കൃത്യമായ വിമാന സർവീസുകൾ ലഭ്യമല്ലാത്തതും പ്രധാന കാരണമായി അറിയുന്നു. നിലവിലുള്ള ചാർട്ടേഡ് വിമാനങ്ങളുടെയും മറ്റ് വിമാന കമ്പനികളുടെയും ടിക്കറ്റ് നിരക്കുകൾ വളരെ ഉയർന്നതിനാൽ സാധാരണ പ്രവാസികൾക്ക് അത് താങ്ങാനാകുന്നുമില്ല. കുടുംബങ്ങളോടൊപ്പം എത്തിയവർ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മടങ്ങാൻ ആവശ്യമായ വൻ തുക കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. ടിക്കറ്റ് നിരക്കുകൾ കുറച്ച് ഏതെങ്കിലും രാജ്യത്തിലെ എയർപോർട്ടുകളിലേക്കെങ്കിലും എത്തിച്ചേരാൻ കഴിയണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. ഗൾഫ് മലയാളി ഫെഡറേഷൻ ചെയർമാൻ റാഫി പാങ്ങോട് ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് വിസ കാലാവധി നീട്ടുന്നതിനായി സൗദി ജവാസാത്ത് ഡയറക്ടറെ നേരിൽ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കൂടിക്കാഴ്ച നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷാവസ്ഥയെ തുടർന്നുണ്ടായ വിമാന സർവീസ് തടസ്സങ്ങളും നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായതായി ചൂണ്ടിക്കാട്ടുന്നു. Celebrating 40 years of trust and legacy, Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman.